മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം.ജി. ശ്രീകുമാർ. അടിപൊളി പാട്ടുകളും മെലഡിയുമായെല്ലാം ഒരുപോലെ വഴങ്ങുന്ന ഗായകൻ. സിനിമയിൽ എന്നതുപോലെ ഗാനമേള വേദികളിലും കേൾവിക്കാരെ കയ്യിലെടുക്കുന്ന കലാകാരൻ. സംഗീത റിയാലിറ്റി ഷോയിലെ ജനപ്രിയ വിധികർത്താവും ഹിറ്റ് അവതാരകനുമെല്ലാമാണ് എം.ജി. ശ്രീകുമാർ. എം.ജി എന്ന രണ്ടക്ഷരം മലയാളികൾ ജീവിതമായിട്ട് ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായി. എം.ജി. ശ്രീകുമാർ എന്ന പേരിനൊപ്പം തന്നെ ചേർത്ത് പറയുന്ന പേരാണ് ഭാര്യ ലേഖ ശ്രീകുമാറിൻ്റേത്. എംജിയോടൊപ്പം എല്ലാ വേദികളിലും ലേഖയും കാണാം. ഇരുവരെയും ഒരുമിച്ചല്ലാതെ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. സിനിമയെ വെല്ലുന്ന പ്രണയകഥയാണ് എംജിയുടെയും ലേഖയുടേതും. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എംജിയും ലേഖയും ഇപ്പോൾ. ഫോണിലൂടെ സൗഹൃദം തുടങ്ങി. ആ സമയത്ത് കുറച്ച് സംഘർഷങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കിരുന്നത്. അമ്മയോടും അച്ഛനോടും പറയാനാവാത്ത ആ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രീകുട്ടൻ മനസ്സ് കാണിച്ചു. സൗഹൃദം പിന്നീട് പ്രണയമായി എപ്പോഴാണ് സത്യമായിട്ടും അറിയില്ല. ശ്രീകുട്ടന് കല്യാണാലോചന വരുന്ന സമയത്താണ്. എല്ലാ ഫോട്ടോയും എന്നെ കാണിക്കും. കുറച്ചായപ്പോൾ ആരെയും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. എന്നാണ് ലേഖ പറയുന്നത്. എല്ലാ മുഖത്തും നിന്നെയാണ് കാണുന്നത് എന്ന മറുപടി ഹൃദയത്തിൽ തൊട്ടു. ഞാൻ നിൽക്കുമ്പോൾ ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പക്ഷേ പ്രണയത്തിന് അതൊരു തടസ്സമായില്ല. ആ പ്രണയമാണ് ഇന്ന് രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നത്. അന്ന് ഊട്ടിയിലെ സ്കൂളിൽ മോൾ പഠിക്കുന്നത്. അവളെ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് വരെ വിവാഹത്തിന് സമ്മതം മൂളില്ല എന്നും ശ്രീകുട്ടന് അറിയാമായിരുന്നു എന്ന് ലേഖ പറഞ്ഞു. പ്രണയത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. പിന്നെ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. വീട്ടിൽ അമ്മ മാത്രമാണ് പൂർണ്ണമായി പിന്തുണച്ചത്. സിനിമയിൽ ഇനി പാടിപ്പിക്കില്ലെന്ന് പറഞ്ഞവൾ സിനിമയിൽ മേഖലയിൽ തന്നെ ഉണ്ട്. സിനിമയില്ലെങ്കിൽ ഗാനമേളയിൽ പാടി ജീവിച്ചോളാം എന്നായിരുന്നു ഞാൻ അവരോട് ധൈര്യത്തോടെ പറഞ്ഞെന്ന് എം ജിയും ഓർക്കുന്നു.